നമുക്ക് ഇന്നൊരു ഈസി റെസിപ്പി ചെയ്യാം. ഈസി റെസിപ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് എന്നാന്ന് വെച്ചാൽ ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ് ഇൻ സ്വീറ്റ് ആൻഡ് സോർ സോസ്. ഇത് സ്വീറ്റാണ്, സോറാണ് ആ സോസ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റാർട്ടറാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടൊരു വൈറ്റ് റൈസിൻ്റെ കൂടെ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാം, പൂരിയുടെ കൂടെ കൊടുക്കാം, നാൻ, റൊമാലി റോട്ടി, ഇതൊക്കെ നല്ലതാണ് അതിൻ്റെ കൂടെ. പക്ഷേ ഇതൊരു ഡ്രൈ ഡിഷാണ്. അതുകൊണ്ട് നമ്മൾ റൈസിൻ്റെ കൂടെ കഴിക്കുവാന്നേൽ അതിൻ്റെ കൂട്ടത്തിൽ എന്നതേലും വേണം, ഇല്ലേ നമുക്ക് ഒക്കത്തില്ല, അതിങ്ങനെ തന്നെ കഴിക്കാൻ ഒക്കത്തില്ല. എന്നതാ നമ്മുടെ ഇഷ്ടം അന്നേരം തോന്നുന്നോ അതിനേത് ഗ്രേവി കൊടുക്കാനാണെന്ന് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. നോക്കിക്കോ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് മൈദ. ഈ മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ്ഡ് ആണ്. അത് 2:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് മൈദയും അരിപ്പൊടി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും കോൺഫ്ലവറും കൂടെ എടുക്കരുത്. കാര്യം എന്താണെന്ന് പറയുക, രണ്ടും ക്രിസ്പിനെസ് തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ മരം പോലെ ഇരിക്കും. അത് വേണ്ട, കുറച്ച് സോഫ്റ്റ്നെസ് വേണം, എന്നാലും ക്രിസ്പി വേണം. അതുകൊണ്ട് കോൺഫ്ലവറും മൈദയും ചേർക്കാം, അല്ലെങ്കിൽ മൈദയും അരിപ്പൊടിയും ചേർക്കാം. 2:1 എന്നുള്ള റേഷ്യോയിൽ ചേർത്തേച്ചാൽ മതി. 2 മൈദ ആൻഡ് 1 കോൺഫ്ലവർ ഓർ റൈസ് ഫ്ലോർ, ഏതേലും ചേർക്കാം. പിന്നെ എന്നാന്ന് വെച്ചാൽ വേണ്ടിയത് കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇത് ചിക്കൻ ബ്രസ്റ്റ് പീസ് മേടിച്ചേച്ച് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചേക്കും. ഇത് ഒലീവ് ഓയിലാന്നു. ഇത് ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല, വെജിറ്റബിൾ ഓയിൽ ഏറ്റവും നല്ല. പിന്നെ വെളിച്ചെണ്ണ വേണ്ട. പിന്നെ അതിനകത്ത് ഇടേണ്ട പച്ചക്കറി എന്നൊക്കെയാന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇത് റെഡ് കളേർഡാണ്. പിന്നെ കുറച്ച് ഉള്ളി, അതും ഇതേപോലെ ക്യൂബ്ഡ് ആയിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം. പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരെ, അതല്ലെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ആയാലും മതിയേ. പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിയണം, കുറച്ച് പച്ചമുളക്, പിന്നെ നിറച്ച് മല്ലിയില. പിന്നെ ഇതിനകത്ത് ഇടാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിത്തണ്ട് മേടിച്ചേച്ച് അരിഞ്ഞിടാം. നല്ലൊരു മണവും അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വന്നാൽ നല്ലതാണ്. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ വറുത്തെടുക്കണം. ചിക്കൻ വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഞാനൊന്ന് എണ്ണ ഒഴിച്ചേച്ച് ചൂടാവാൻ വെച്ചിട്ട് നമുക്ക് അവിടെ മാരിനേറ്റ് ചെയ്യാൻ പോകാം. അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടാവാനായിട്ട് പിന്നെയും സമയം എടുക്കുവേ. ഇതവിടെ ഇരുന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് മാരിനേറ്റ് ചെയ്യാൻ എന്നാക്ക വേണ്ടിയെന്നറിയോ? ഒന്നും വേണ്ട, ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ചിക്കൻ ആദ്യം ഒന്ന് കുഴച്ച് വെക്കണം. ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളകല്ല, കുരുമുളക് പൊടിയായിടണ്ടേ. ലാസ്റ്റ് നമ്മൾ ആ ഡിഷിലും കൂടെ കുറച്ച് കുരുമുളക് ഇടണം. അപ്പോൾ അതനുസരിച്ച് ഇതിനകത്ത് ഇട്ടേച്ചാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുമ്പോൾ ഒരു ഇച്ചിരി ശ്രദ്ധിച്ചോണം. കാര്യം എന്നാന്നോ, നമ്മൾ പിന്നെയും അതിനകത്തോട്ട് ഉപ്പിടാനുള്ളതാ. ഏതാ നമ്മുടെ ഈ കറിക്കകത്ത് ഈ സോസിനും ടൊമാറ്റോ പേസ്റ്റിനും അല്ലെങ്കിൽ കെച്ചപ്പ് ആയാലും ഏതായാലും അതിനൊരു ചെറിയ ഉപ്പുണ്ട്. അന്നേരം നമ്മൾ ഇതും അതും എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഉപ്പായി പോവേ. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് ഞാൻ കുഴയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ ഒന്ന് ചേർത്തേച്ചങ്ങ് കുഴയ്ക്കാതെ. ഇത് മൈദയും കോൺഫ്ലവറും കൂടെ ചേർത്തതാണേ. ഇനിയിപ്പോൾ അഥവാ ക്രിസ്പിനെസ് വേണ്ടാന്ന് തോന്നുവാന്നു എങ്കിൽ എന്നാ ചെയ്യണം, നമ്മൾ ആ കോൺഫ്ലവർ അങ്ങ് ഒഴിക്കുക, വേണ്ടാന്ന് വയ്ക്കുക. അല്ലെങ്കിൽ അരിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതും വേണ്ടാന്ന് വയ്ക്കുക. മൈദ തന്നെ ഇട്ടാച്ചാൽ മതി. ഇത് മിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇത് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് നനവല്ലയോ, അന്നേരം പിന്നെ ഇതിൽ നിന്ന് എടുത്തേച്ച് നമ്മൾ അതിനകത്തോട്ട് കൈ ഇടുവാന്നേൽ മൈദയും മാവ് മുഴുവൻ നമ്മുടെ കയ്യേലാവും. അതുകൊണ്ട് പിന്നെ അത് ഇളക്കിയേച്ച് ഇത് ഇളക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം, നമ്മൾ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ഈ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അധികം നേരം വെച്ചേക്കല്ല. കാര്യം എന്നാണെന്നറിയാവോ, ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ ചോരയും അതിൻ്റെ ഇതെല്ലാം കൂടെ
ഊറാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതങ്ങ് വറുത്തെടുത്തേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് അങ്ങനെ അങ്ങ് എന്താ പറയുക ഒരുമാതിരി ആയിപ്പോവും. ഇത് മാത്രം ഓൺ സ്പോട്ട് തന്നെ അങ്ങ് വറുത്തെടുക്കാവേ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സപ്പോസ് ആർക്കെങ്കിലും ഒരു മുട്ട ഇടണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് വൈറ്റ് മാത്രം എടുക്കണമെങ്കിൽ വൈറ്റ് മാത്രം എടുക്കാം. അതല്ല ഉണ്ണിയോടെ ചേർത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതാണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ. അത് ഇതിനകത്തോട്ട് അതായത് നമ്മുടെ ചിക്കനകത്തോട്ട് അടിച്ചൊഴിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിനെ അടിച്ച് വെച്ചേച്ച് ഈ പറഞ്ഞ പോലെ ആദ്യം ചിക്കൻ എടുത്ത് മാവിൽ മുക്കുക, മുക്കിയിട്ട് മുട്ടയിൽ മുക്കുക, എഗെയിൻ ബാക്ക് ടു മാവിൽ മുക്കി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് വരും. പിന്നെ ഇതെല്ലാം കൂടെ നോൺ വെജും വെജും എല്ലാം കൂടെ എല്ലാം മുട്ട മീൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചേർക്കേണ്ട, ചിക്കൻ മാത്രം പോകാനാണെങ്കിൽ ഈ പ്രൊസീജിയർ എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടേ നമ്മൾ ഈ മൈദയിലോട്ട് ഈ ചിക്കൻ കംപ്ലീറ്റ് മുക്കി വെക്കാനും ശ്രമിക്കരുത്. ഇത് കംപ്ലീറ്റ് ഈ വെള്ളം ഇതിനകത്തോട്ട് പിടിച്ചേച്ച് ഈ ഒരു എന്നാ പറയുക ഒരു ഇങ്ങനെ നമ്മൾ വറുത്തെടുത്താൽ പൊടി പോലെ വറുത്തെടുക്കാൻ ഒക്കുകയില്ല. ആ വെള്ളം മുഴുവനും മാവെ പിടിച്ചേച്ച് ചിക്കൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വറുത്ത് പോരുകയില്ല. ഇനി ഇതിൻ്റെ മൂപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എന്നാ പറയുക ഒരു ബ്രൗൺ കളർ വന്നേച്ചാൽ മതി. വേവുന്നത് പകുതി നമുക്ക് ആ സോസിനകത്തിട്ട് വേവിക്കാനുള്ളതാണ്, അല്ലെ ചിക്കനേലൊന്നും പിടിക്കുകയില്ല. അതുകൊണ്ട് മുഴുവൻ അങ്ങ് വേവാനായിട്ട് നിൽക്കണ്ട. ഓൾമോസ്റ്റ് ആ ചിക്കൻ ഒന്ന് ബ്രൗൺ ആയേച്ചാൽ മാത്രം മതി. ബ്രൗൺ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സൈഡും ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ ചപ്പാത്തി ചുടുകയല്ലേ, അന്നേരം പിന്നെ ചപ്പാത്തി മൂക്കാൻ നേരം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ കൊമളിച്ച് ബ്രൗൺ ആയിട്ട് വരികയല്ലേ എന്ന് പറയുന്ന പോലെ നമ്മളതൊന്ന് ബ്രൗൺ ആക്കി ചിക്കൻ എടുത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചിക്കനെ അങ്ങോട്ട് ഇടുവാന്നേ, ഡയറക്റ്റ് ചിക്കൻ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ഉപ്പും കുരുമുളകും കൂടെ ചിക്കനെ പുരട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുത്താലും നല്ലത് തന്നെയാണ്. അപ്പം നമ്മൾ ഒരുപാട് നേരം പിന്നെ സോസിലിട്ടിട്ട് ചെയ്യേണ്ടി വരികയില്ല. ആ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കാൻ നമുക്ക് വെള്ളത്തിന് പകരം വെന്ത് വരുമ്പോൾ എന്തായാലും അതിനകത്ത് ചാറ് കാണും. ആ ചാറ് അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് ചിക്കൻ ഇതേപോലെ വറുത്തെടുത്തേച്ച് ആ സ്റ്റോക്ക് അവസാനം സോസിൽ ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ളത്തിന് പകരം ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. ഞാൻ നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഇവിടെ വറുത്ത് വെച്ചേക്കുക. ഇത് ഈ പറഞ്ഞ കൂട്ട് കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചുകൊണ്ടുണ്ടല്ലോ, അത് അധികം അങ്ങോട്ട് കിടന്ന് വേവാനൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ സോസിനകത്തും വേവാനും മാത്രം ഒന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞ് ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ എണ്ണയുണ്ടല്ലോ അതിനകത്ത് ബാക്കി വരുവേ, എന്ന് വെച്ചാൽ അതിൻ്റെ ആ മട്ടുണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഈ പൊടി മുക്കിയേച്ചല്ലേ വറുത്തേക്കുന്നത്. അപ്പോൾ ആ പൊടി മുഴുവൻ താഴത്ത് അടിഞ്ഞ് കിടന്ന് വെച്ചാൽ അതും കരിയാൻ തുടങ്ങും. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ മട്ടെല്ലാം ഒന്ന് കളഞ്ഞേച്ച് ആ തെളിഞ്ഞ എണ്ണ മാത്രം ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കണം. ഒഴിച്ചേച്ച് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ഇടണം. ക്യാരറ്റിനാന്നു നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ ഇച്ചിരി വേവുള്ളത്. അന്നേരം അത് ആദ്യം ഇട്ടേച്ച് ഒന്ന് വഴറ്റിയിട്ട് മാത്രം ബാക്കി ചേർത്താൽ മതി. അതിന് വേണ്ടി ആ ക്യാരറ്റ് വേണ്ടിയുള്ള മാത്രം ഉപ്പ് ഇട്ടേച്ചാൽ മതി. പതുക്കെ പതുക്കെ സ്ലോലി ആയിട്ട് നമുക്ക് എല്ലാം ചേർത്താൽ മതിയേ, ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കണക്ക് തെറ്റിപ്പോവും. പിന്നെ ആണെങ്കിൽ ഈ കറിക്കാണെങ്കിലും ഉണ്ടല്ലോ, കറിയായിട്ടല്ല അതൊരു സ്റ്റാർട്ടറായിട്ട് കൂട്ടിക്കോ. ഇതാണെങ്കിലുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ചേർക്കുന്ന കംപ്ലീറ്റ് വെജിറ്റബിൾസിന് ഒരു ക്രഞ്ചിനെസ് വേണം. മുഴുവൻ അങ്ങ് വെന്ത് ഇതായി പോവല്ല, കുറച്ചൊരു ക്രഞ്ചിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ക്യാരറ്റ് മാക്സിമം ഒന്ന് വേവുന്ന അത്രയും മാത്രം ഒന്ന് വേവിക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ ഇച്ചിരി മുഴുത്തതായിട്ട് അരിയുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റി വെച്ച് ടോസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഇട്ടേച്ചാലും മതി. അതല്ല ആദ്യമേ പച്ചയായിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ ഇച്ചിരി കട്ടി കുറച്ച് വെച്ചിട്ടു, അന്നേരം പിന്നെ വലിയ വേവ് അങ്ങോട്ട് ടെൻഷനാക്കണ്ട. ഇതൊരു ഇച്ചിരി ഒന്നായി കഴിയുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഈ ക്യാരറ്റിൻ്റെ വേവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോഴത്തേന് അതിനൊരു കടിക്ക് വരെ ക്യാരറ്റ് എന്ന് പറഞ്ഞ കൂട്ടാന്നു ഇതിൻ്റെ വേവ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് കുറച്ച് ഉള്ളിയാണ്. ഇതൊന്ന് ഇച്ചിരി വാടി കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ഉണ്ടല്ലോ എന്നാ പറയുക പെറ്റൽസ് ആയിട്ട് അങ്ങ് പോന്നേക്കും.
ഉള്ളിയിലൊന്നും ഞാൻ അധികം ഉപ്പ് അധികം ഇടാൻ പോകുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ക്യാരറ്റിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുവാന്നേൽ പിന്നെ ഇച്ചിരി അങ്ങ് കൂടിപ്പോവും. പിന്നെ സോസ് ചേർക്കാനുള്ളയാ, അന്നേരം എല്ലാം കൂടി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ അങ്ങോട്ട് ചിലപ്പോൾ ഒന്ന് കണക്ക് തെറ്റിയെന്നിരിക്കും. ഇതൊക്കെ നല്ലതായിട്ടൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി. മുരിക്കുകയല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്രിസ്പിനെസ് ഒന്നും പോകാനും പാടില്ല. എന്നാൽ ഉള്ളി ഒന്ന് ഇച്ചിരി വേവുകയും വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലാണ് ഇതിങ്ങനെ ചെയ്യാൻ ഒക്കുന്നത്. മറ്റേ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ടോസ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. അത്രയും വേവേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ക്യാപ്സിക്കം റെഡും ഗ്രീനും. നമുക്ക് ഇച്ചിരി സോയാ സോസും ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കുക. പിന്നെ സോയാ സോസ് ചേർക്കുമ്പോഴത്തേക്ക് ഒറ്റ കാര്യം മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ലൈറ്റ് സോയാ സോസും ഡാർക്ക് സോയാ സോസും ഉണ്ട്. അതിനാൽ ഡാർക്ക് സോയാ സോസിന് കുറച്ച് കട്ടി കൂടുതലാണ്, മറ്റേത് കട്ടി കുറവായിരുന്നു. അപ്പോൾ ചേർക്കുമ്പോഴത്തേക്ക് ഏതാണെന്ന് നോക്കി വെച്ചാൽ അതിൻ്റെ ഏനം പോലെ ചേർത്തോണം. ഡാർക്ക് ആണെങ്കിൽ ഒരു 2 ടീസ്പൂണോളം നിർത്തി വെച്ചാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ടൊമാറ്റോ പ്യൂരിയ. ഇതൊക്കെ ശകലിച്ച് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ചേർത്താൽ മതി. അന്ന് വെച്ച് ഇതിൻ്റെ നടുവേ ഒരു കുഴി ഉണ്ടാക്കി വെച്ച് ആദ്യം ആ വെളുത്തുള്ളി അതിനകത്തോട്ടിടുക. ശരിക്കും പറഞ്ഞാൽ ഈ വെളുത്തുള്ളിക്ക് നല്ല ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോഴത്തേന് ആ വെളുത്തുള്ളിയുടെ ഒരു ചുവ നല്ലതായിട്ട് വരുവേ. നമ്മൾ ഈ മൂപ്പിച്ചെടുക്കുന്ന പോലെ വരികയില്ല. അതിനകത്ത് ആ വെളുത്തുള്ളി നമുക്ക് കാണാൻ ഒക്കും. പിന്നെ ഉള്ളത് എരു കണക്കാക്കി വേണം നമ്മൾ പച്ചമുളക് ഇടാൻ. ഇതിനധികം എരിവ് എന്ന് പറയുന്ന ഒറ്റ സാധനം പച്ചമുളക് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുരുമുളക് പൊടിയാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര കുരുമുളക് പൊടിക്ക് വരികയില്ല. ഇങ്ങനത്തെ ഒക്കെ കറി ഉണ്ടാക്കുമ്പോഴത്തേന് ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് നമ്മൾ ഈ 3 സോസ് എപ്പോഴും കരുതിയേക്കാം. അതായത് ടൊമാറ്റോ, ചില്ലി, സോയ. ഇത് 3 കരുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വിരുന്നുകാർ വല്ലതും വരുവാണെങ്കിൽ അവരെ പിടിച്ചൊന്ന് 5 മിനിറ്റ് ആരോടെങ്കിലും വർത്താനം പറയാൻ ഇരുത്തിയേച്ച് ഓടിപ്പോയി ഇതൊന്നും ചെയ്തിട്ട് വരാനേ ഉള്ളൂ. പിന്നെ ഉള്ളത് ചിക്കനൊക്കെ ഇച്ചിരി ഒന്ന് കരുതേണ്ടി വരും. ഇനിയിപ്പോൾ എല്ലുള്ള കഷ്ണമാണെങ്കിലും അത് പേടിക്കേണ്ട. അയ്യോ ബോൺലെസ് അല്ലേ എന്ന് കാണിച്ച് ഞാൻ ഇനി ബോൺ ഉള്ളതല്ലേ എൻ്റെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതായാലും മതി. കാര്യം ഇച്ചിരി ബോൺലെസ് ആണേ എന്നും പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ഡിഷ് കൊടുക്കാൻ നോക്കും. അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ സ്ഥിരം എന്നാ ചെയ്യുന്നത്, ഒരു കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അതിനെക്കാട്ടിലും ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതല്ല വിരുന്നുകാർക്ക് വരാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല, വീട്ടുകാർക്കാണ് കൊടുക്കണ്ടേന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ഏറ്റവും കൂടുതൽ സെമി ഗ്രേവി അല്ലെങ്കിൽ സെമി ഡ്രൈ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ചിക്കൻ ഇടുവാണ്. ഇതെല്ലാം ഹൈ ഫ്ലെയിമേലാണ് ചെയ്യാനുള്ളത്. നമ്മുടെ അടുക്കളയിലൊന്നും അത്രയും വലിയ ഫ്ലെയിം ഒന്നും കാണുകയില്ല അല്ലേ. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ എത്രയും വലിയ മുഴുത്ത ഫ്ലെയിമാണെന്നോ അത്രയും കിട്ടുകയുള്ളൂ. നമ്മൾ എന്നാ ചെയ്യണം, നമ്മുടെ വീട്ടിലുള്ളത് എന്നതാണെന്ന് വെച്ചാൽ അതിനെ ഓണം പോലെ അങ്ങ് എടുക്കുക. അല്ലാതെ അയ്യോ അതേപോലെ ഇല്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഈ കറി വെക്കാതെ ഒന്നും ഇരിക്കരുത്. അത് കണ്ടുകൊണ്ടല്ലല്ലോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നേ. ഇനി വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ്, പിന്നെ നമ്മുടെ കണക്കിനാണെങ്കിൽ ആ ഒരു എന്നാ പറയുന്നത് ഒരു കളർ, ഒരു റെഡ് കളർ കിട്ടുകയില്ല. കാര്യം എന്നാന്നോ അവരൊക്കെ ഹോട്ടലിൽ ചെയ്യുന്നവരൊക്കെ അറിയാമല്ലോ, ഇച്ചിരി അജിനോമോട്ടോ ചേർക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കളേഴ്സ് ചേർക്കും. കളേഴ്സ് ചേർക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ കറക്റ്റ് റെഡിഷ് കളർ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും നമ്മുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറച്ചുകൂടെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇപ്പം ആസ് ഇറ്റ് ഈസ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ചെയ്തേക്കുന്ന നോക്കുവാണെങ്കിൽ എനിക്കൊരു ഇച്ചിരി കളർ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇച്ചിരി ടൊമാറ്റോ പ്യൂരയും നമ്മളൊക്കെ ഇത് വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ടേ അധികം നിറമൊന്നും കിട്ടുകയില്ല. കുറച്ച് സോയാ സോസും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം.
ഇപ്പം നമുക്ക് നോക്കാൻ പറ്റുന്ന രുചി എന്നാന്ന് വെച്ചാൽ ഇതിന് ഉപ്പുണ്ടോ, എരിവുണ്ടോ, പുളിയുണ്ടോ, ഇത്രയും മാത്രമേ ആ ഗ്രേവിയിൽ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ അപ്പം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പം അതിനകത്ത് ഉപ്പ് കൂടുതലാണെന്നോ, പുളി മുമ്പേ സോയയുടെ പുളി മുന്നേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തോന്നുമായിരിക്കാം. പക്ഷെ അതിപ്പോൾ തോന്നരുത്, കുറച്ചുകൂടെ കഴിയുമ്പോഴേ തോന്നാവുള്ളൂ. കാര്യം എന്നാണെന്നറിയാമോ, ഇത് ഇച്ചിരി നേരം അടച്ചിട്ടേച്ച് നമ്മുടെ ആ ചേർത്തേക്കുന്ന സോസ് കംപ്ലീറ്റ് നമ്മുടെ ചിക്കനെ പിടിക്കണം. ചിക്കനകത്ത് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ സോസ് മുഴുവൻ പിടിച്ചതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രം ചിക്കൻ കൂടി ചേർത്ത് കഴിച്ച് നോക്കുമ്പോഴേ ആ സോസസ് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് അറിയാനൊക്കത്തുള്ളൂ. ധൃതി കൂട്ടരുത്. പിന്നെ എടുക്കാൻ സമയം ആവുമ്പോൾ, അതായത് ഇപ്പോൾ 10 മിനിറ്റാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ, ഒരു 7 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക്, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് പിടിച്ചു കഴിയുക. അപ്പം നമ്മൾ കുറച്ചൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി തുറന്നിടുകയല്ലേ, ആ സമയത്ത് കുറച്ച് മല്ലിയില ഇടുക. അത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടുക, പിന്നെ ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും അങ്ങനെ ഇടുക, സെലറീസ് ഉണ്ടെങ്കിൽ ഇടാം, ഏതാ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അതിടുക. കറിവേപ്പില ഇടരുത്, ഇതിന് പറ്റിയില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ഈ ചിക്കനയിൽ വന്നാൽ നല്ലതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് അടച്ചിടാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കന് ശരിക്കും ഡ്രൈ അല്ലേ, നോക്കിയേ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ആക്കിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസ്റ്റാർച്ച് ചേർത്തേച്ച് കലക്കി നമ്മൾ ആ ചിക്കൻ എന്നാ പറയുക, വേവാൻ വെച്ച് വാങ്ങാറാവുകയല്ലേ, അന്നേരത്തേക്ക് ആ കോൺസ്റ്റാർച്ചിനകത്തും കൂടെ കുറച്ച് സോസസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പച്ച ചൊവ്വ എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് മാറി കിട്ടുവേ. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു എന്നാ പറയുക, ഒരു രസം കാണുമല്ലോ. അതുകൊണ്ട് സോസും കൂടെ ചേർത്തേച്ച് വേണം കോൺസ്റ്റാർച്ച് അതിനകത്തോട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് സ്റ്റാർട്ടറായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് സ്റ്റാർട്ടറായിട്ട് ഇത്രയും ഡ്രൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് വൈറ്റ് റൈസ് ആണ്.